മമ്മിക്ക് ഒരു കാര്യം പറയാനുണ്ട്. മമ്മി പ്ലീസ്, കല്യാണക്കാരിയാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞാനത് പറഞ്ഞല്ലോ. കാർത്തിക്, നീ എന്താ ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാത്തത്? മമ്മി, യു നോനാ ഐ എം എ ഗേ. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാനൊരു കല്യാണത്തിന് സമ്മതിക്കണോ? ഹൗ ഈസ് പോസിബിൾ? ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് എൻ്റെ കരിയർ സക്സസ്ഫുൾ ആവണം, അതിനുശേഷം മതി മാരേജ്, വടവർ എന്തായാലും. എനിക്കിപ്പോൾ മാരേജ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല. നീ ഗേന്നറിഞ്ഞതുകൊണ്ട് തന്നെയാ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മോനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അവനും ഗേ തന്നെയാ. ഇനി നീ എതിരൊന്നും പറയണ്ട, ഞങ്ങള് എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഓഹോ, അപ്പോ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? എന്തെങ്കിലുമൊക്കെ കാണിക്ക്, ഞാൻ പോവാ. ഹായ്. ഹലോ എന്ന് വിളിച്ചതിന് ഒന്നും തോന്നരുത്. എനിക്ക് എന്താ വിളിക്കണ്ടേന്ന് അറിയില്ല, അതുകൊണ്ടാ. പിന്നെ അതുമാത്രല്ല, നമ്മള് മുന്നേ പരിചയമൊന്നുമില്ലല്ലോ. ഞാൻ ഫസ്റ്റ് കാണുന്നത് തന്നെ മാരേജിനാ. സോ എനിക്കറിയില്ല എന്താ വിളിക്കണ്ടേന്ന്. ശരിക്കും ഞാൻ എന്താ വിളിക്കണ്ടേ? ദാ നോക്ക്, ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഈ മാരേജിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ അച്ഛനമ്മയും ഫോഴ്സ് ചെയ്ത് നടത്തിയ വിവാഹം ഇത്. സോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ നീ എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചോ, അതില് ഐ ഡോണ്ട് കെയർ. സോ പ്ലീസ് സ്റ്റേ അവേ ഫ്രം മീ. എൻ്റെ കാര്യത്തിൽ ഇടപെടാനൊന്നും നീ വരണ്ട. നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ മാരീഡ് കപ്പിളായിരിക്കാം, പക്ഷെ ഈ 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ തികച്ചും അന്യരാണ്. മനസ്സിലായല്ലോ? കാർത്തിക്, താനിത് എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് ഞാൻ എത്ര സ്വപ്നം കണ്ടിട്ടാ ഈ മാരേജിന് സമ്മതിച്ചെന്ന് തനിക്ക് അറിയോ? എന്നിട്ട് താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ പാരൻസ് ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം ഈ വിവാഹത്തിന് സമ്മതിച്ചത്. 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡൈവോഴ്സ് ആവാം. അത് അപ്പോഴത്തെ സിറ്റുവേഷൻ പോലെ നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ തീരെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഈ മാരേജിന്. അതാദ്യം നീ മനസ്സിലാക്ക്. കാരണം നമ്മൾ വെറും സ്ട്രേഞ്ചേഴ്സാണ്. എനിക്ക് നിന്നെക്കുറിച്ചോ നിനക്ക് എന്നെക്കുറിച്ചോ ഒട്ടും അറിയില്ല. അതുമാത്രമല്ല, മേ ബി ഐ തിങ്ക് മാരേജ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. എനിക്ക് എൻ്റെ കരിയറിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതൊക്കെ നേടിയെടുക്കണം. അല്ലാതെ ഈ മാരേജ് കഴിച്ച് ഈ ലവ് ചെയ്യാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. സോ അണ്ടർസ്റ്റാൻഡ് മീ. നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ പോവാം. വടവർ, നിനക്ക് എന്തും ചെയ്യാം. അത് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നിനക്ക് എൻ്റെ ഹസ്ബൻഡായിട്ടിരിക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ? അപ്പോൾ ഈ വിവാഹം വെറും ടൈം പാസ് അല്ലേ? ഒരു വിലയില്ലാത്ത സാധനം. ഇനി അങ്ങോട്ട് അഭിനയം മാത്രമായിരിക്കും. അതല്ലേ കാർത്തിക് ഉദ്ദേശിച്ചത്? ഞാൻ റെഡിയാ. എന്തായാലും
എൻ്റെ പാരൻസിനെ, എൻ്റെ അച്ഛനമ്മേനെ വിഷമിക്കാൻ എനിക്ക് പറ്റില്ല. അവരൊരുപാട് സന്തോഷത്തോടെ നീയുമായിട്ടുള്ള വിവാഹത്തിന് എന്നെ അണിയിച്ചൊരുക്കിയത്. സോ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് അവരറിയാൻ പാടില്ല. ഞാൻ അവരത് ഒരിക്കലും അറിയിക്കില്ല. എല്ലാവരുടെ മുന്നിലും നമുക്ക് അഭിനയിക്കാം. ഈ റൂമിൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് മാത്രമായിരിക്കും. എല്ലാം കാർത്തിക് പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം. എന്നെ കിട്ടിയതിൻ്റെ പേരിൽ ഒരു അടിമയായിട്ട് ജീവിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ ജീവിക്കാനും ഞാൻ നിൻ്റെ അടുത്ത് ഒരിക്കലും പറയില്ല. നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം. പക്ഷേ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നീ ബെഡിൽ കിടന്നോ, ഞാൻ സോഫയിൽ കിടന്നോളാം. എടാ വിവേകെ, നീ എന്തെന്ന് ക്ലാസ്സിൽ പോന്നേ? അതെന്നെ, നീ മാരേജ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താടാ നേരത്തെ പോകുന്നത്? പിന്നെ ഇന്നലെ നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലായിരുന്നേ? എന്താ ഇന്നലെ നടന്നേ? എന്താടാ സംഭവം? കാര്യം പറ നീ. ഇന്നലെ നടന്നൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ചെക്കന്റെ ഫോട്ടോ കണ്ടപ്പോ ചാടിത്തുള്ളി പോയതാണല്ലോടാ. നിനക്ക് ക്രഷ് അടിച്ചു, ചാടിച്ചുള്ളനാന്നൊക്കെ പറഞ്ഞിട്ട്. കല്യാണത്തിന് കണ്ടപ്പോഴും ആള് നല്ല ഗ്ലാമർ ആയിരുന്നല്ലോടാ. പിന്നെന്താ പ്രശ്നം? ഇന്നലെ രാത്രി നീ എന്തേലും കണ്ട് പേടിച്ച? ദേ റംസു, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. അടിപൊളി. അങ്ങനെ ആശിച്ച് നീ കെട്ടിയപ്പോ അതിങ്ങനെയായി. സാരില്ലടാ, പോട്ടെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കോളേജിൽ അടിച്ചു വിളിക്കാം. നീ അതിനെക്കുറിച്ചൊന്നും ഇനി ആലോചിക്കണ്ട. വിഷമിക്കണ്ടട ബേബി. ചിലപ്പോ ആള് പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കല്യാണം കഴിച്ചതിന്റെ ആ ഒരു ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. പോകെ പോകെ ആൾക്ക് ചിലപ്പോ നിന്റെ അടുത്ത് ഇഷ്ടം തോന്നിയാലോ. അതുകൊണ്ട് നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. കോളേജിൽ വന്നില്ലേ, ഇനി നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. കോപ്പാണ് ആൾക്ക്. എൻ്റെ അടുത്ത് സ്നേഹമൊന്നും ഉണ്ടാവില്ലടി. അങ്ങനത്തെ ഒരു മുരടന. ആകെയൊരാശ്വാസം ഇപ്പൊ കോളേജിൽ വരണതാ. വീട്ടിലിരിക്കാൻ തന്നെ താല്പര്യമില്ലാതായി. എന്തായാലും വാ, ക്ലാസ്സിലേക്ക് പോവാം. ടൈമായി. ആ അതന്നെ, വേഗം ക്ലാസ്സിൽ പോവാം. ഇന്ന് പുതിയ ടീച്ചർ വരുന്നു പറഞ്ഞതല്ലേ. ഓഹ്, ഒരു മിസ്സായിരിക്കണേ ദൈവമേ. ഓ എന്റെ കാട്ടുകോഴി, ഇവിടുത്തെ സ്റ്റുഡൻസിനും മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ലേ കോളേജിൽ? ഇനി ടീച്ചേഴ്സിനും കൂടി നടത്താതിരിക്കുമോ നീ? ഭാഗ്യം ടീച്ചർ വന്നിട്ടില്ല. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇന്ന് നിങ്ങൾക്ക് പുതിയ ടീച്ചർ വരുന്നത്. സോ ദിസ് ഇസ് യുവർ ന്യൂ ടീച്ചർ. അപ്പോൾ ഇനി ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇവനെന്താ ഇവിടെ? എടാ നിന്റെ ഹസ്ബൻഡ് അല്ലേ ഇത്? ഇവൻ ഇവിടെ എന്താന്ന് നിനക്കറിയില്ലേ? ഒന്ന് പതുക്കെ പറയടി. എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം നമുക്ക് മൂന്നാൾക്ക് മാത്രമേ ഈ കോളേജിൽ അറിയുള്ളൂ. അത് നിനക്കറിയാവുന്നതല്ലേ. എന്നിട്ട് അവള്, ഇയാൾ എന്താ ഇവിടെ എന്ന് എനിക്ക് എങ്ങനെ അറിയാം? അതിന് അങ്ങനെ അറിയായിരുന്നെങ്കിൽ തന്നെ ഞാനിന്ന് ക്ലാസ്സിലേ വരില്ലായിരുന്നു. എടാ അപ്പൊ ശരിക്കും ഇവൻ എന്താ ചെയ്യണേന്ന് പോലും നിനക്കറിയില്ലേ? അല്ല, നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം എന്താ നീ രഹസ്യാക്കി വെച്ചിരിക്കുന്നേ? അതാണല്ലോ ഇപ്പൊ വലിയ കാര്യം. ഇനി ഞാൻ സ്റ്റുഡൻ്റ് അല്ലേ. അപ്പോ ഒരു ജോലി കിട്ടിയതിന് ശേഷം എല്ലാവരുടെ അടുത്തും പറഞ്ഞാൽ മതിയെന്ന എൻ്റെ പാരൻസ്, അല്ല, ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയരുതെന്ന് പറഞ്ഞത്. എടി സത്യമായിട്ടും എനിക്കറിയില്ല ഇവൻ എന്താ ജോലിന്ന്. ഇന്നലെ രാത്രി അതൊക്കെ സംസാരിക്കാന്ന് വിചാരിച്ചാൽ തന്നെ ഒരു ഗ്യാപ്പ് തരണ്ടേ ഈ മനുഷ്യൻ. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാനാണ് നിങ്ങളുടെ പുതിയ പ്രൊഫസർ.
അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? എൻ്റെ പേര് കാർത്തിക്. വീട് ഇവിടെ തന്നെയാണ്. ഇനി നിങ്ങൾ ഓരോരുത്തരും അവരുടെ പേരൊന്ന് പറഞ്ഞാൽ കുറച്ച് എളുപ്പമായിരുന്നു. ഹായ് സർ, ഐ എം സുപ്രിയ. ഹലോ സർ, ഐ എം ടെസ. ഗുഡ് മോർണിംഗ് സാർ, ഐ എം ബോബി. സാർ, എൻ്റെ പേര് റംസാൻ. എല്ലാവരും റംസു എന്ന് വിളിക്കും. എൻ്റെ പേര് ആൻ മരിയ, ആൻ എന്ന് വിളിക്കും. എൻ്റെ പേര് വിവേക്, വിവി എന്ന് വിളിക്കും. ഓക്കെ ഓക്കെ. ഇന്നത്തെ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു. ഇനി ക്ലാസ് എന്തായാലും ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. നാളെ തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇനി എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറ് കല്യാണം കഴിച്ചതാണോ? ഡോണ്ട് ആസ്ക് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോവാം. നീ ആ കോളേജിലാണ് പഠിക്കുന്നതെന്ന് എന്താ പറയാതിരുന്നേ? ഇന്നലെ നമ്മളെക്കുറിച്ച് പറയാനുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ലല്ലോ നമ്മൾ രണ്ടുപേരും ഇരുന്നത്. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു എന്നെക്കുറിച്ച്, പക്ഷേ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. എങ്കിലും നിനക്കെന്നെ ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു. ഇത് പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആകെ ചൂളിപ്പോയി. പിന്നെ ഒരു കാര്യം, നമ്മൾ ഹസ്ബൻഡ്സ് ആണെന്നുള്ള കാര്യം ആ കോളേജിൽ ഒരാൾ പോലും അറിയാൻ പാടില്ല. മനസ്സിലായല്ലോ? കാർത്തിക്, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര റൂഡായിട്ട് സംസാരിക്കുന്നേ? അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. അത് പറയാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് പറയാതിരുന്നത്, അല്ലാതെ മനഃപൂർവ്വം മറച്ചു വെച്ചതൊന്നുമല്ല. നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നില്ലേ? നീ പറഞ്ഞു നിനക്ക് ഈ മാരേജിന് ഇൻട്രസ്റ്റ് ഇല്ല. ഈ 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും, പുറത്തു മാത്രമേ മാരീഡ് കപ്പിൾസ് ആയിരിക്കൂ എന്നൊക്കെയല്ലേ? അതെല്ലാം ഞാൻ സമ്മതിച്ചു തന്നില്ലേ? കോളേജിലെ വിഷയം അത് എനിക്കും അറിയില്ലായിരുന്നു നീയാ എൻ്റെ സാറായിട്ട് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാനും കണ്ടപ്പോൾ ആദ്യം ഷോക്കായി, അത്രേ ഉള്ളൂ. പേടിക്കണ്ട, ഞാൻ ആരുടെ അടുത്തും പറയില്ല നീ എൻ്റെ ഹസ്ബൻഡാന്നുള്ള കാര്യം. എന്ത് ക്യൂട്ടവനെ കാണാ, പക്ഷെ യോഗയില്ലല്ലോ. പിശാശ് എണീക്കുന്നതിന് മുൻപ് പോവാം, അല്ലെങ്കിൽ പിന്നെ എന്തിനാ നോക്കി നിന്നേന്ന് ചോദിച്ചിട്ടാവും അടുത്ത അംഗം. അയ്യോ, പിശാശെന്ന് വിളിക്കണ്ട. ഇവനെ കണ്ടിട്ട് അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല. പിന്നെ വേറെന്ത് വിളിക്കാം? മൈ സ്വീറ്റ് മോൺസ്റ്റർ, അത് മതി. എടി, ഈ പെമ്പിള്ളേരൊക്കെ എങ്ങോട്ടേ ഓടുന്നേ? അപ്പൊ നിനക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലേ? ഇത് നിന്റെ കെട്ടിയോന്റെ പിന്നാലെ പോകുന്ന പിടക്കോഴികളാ ഈ കാണുന്നത്. നമ്മുടെ കോളേജിൽ ഇത്ര അധികം പിടക്കോഴികളുണ്ടെന്ന് മനസ്സിലാക്കാൻ നിന്റെ കെട്ടിയോൻ വരേണ്ടി വന്നു. അപ്പോ ഇവരൊക്കെ ഓടുന്നത് കാർത്തിക്കിനെ കാണാനാണോ? എടാ റംസു, ഞാൻ വന്നപ്പോ തൊട്ട് നിന്നെ ശ്രദ്ധിക്കുന്നതാ. ഇവന്റെ ഹസ്ബൻഡിനെ വായി നോക്കുന്നോണ്ടാ ഇവന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേന്ന് വിചാരിക്കാം. നീ എന്തിനാടാ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? എടി ആനെ, നീ പറ, നമുക്ക് മൊത്തം എത്ര സാറുമാരും ടീച്ചേഴ്സും ഉണ്ട്? നമ്മുടെ ക്ലാസ്സിൽ ആകെ ഒരു ടീച്ചറുള്ളൂ, അതും 10-40 വയസ്സായ ഒരു സാധനം. ഇപ്രാവശ്യെങ്കിലും പുതിയ ഒരു സാറ് വരുന്നു പറഞ്ഞപ്പോൾ ഞാനൊരു ടീച്ചറാണെന്ന് പ്രതീക്ഷിച്ചടി. അത് പോയി എൻ്റെ നഷ്ടത്തില ഞാൻ ഈ വിഷമിച്ചിരിക്കുന്നേ. ഓ, അതായിരുന്നു. എങ്കിൽ കണക്കായിപ്പോയി. അപ്പൊ നീ മൂഡ് ഓഫ് വെച്ച് അപ്പട്ടിരുന്നു. പൂവൻകോഴി വെറുതെ ഇരുന്ന് മൂങ്ങായിരിക്കുക. ഹായ് സാർ. സാറിന്റെ വീട് എവിടെയാ? ഇവിടെ തന്നെയാ. എന്തേ? ഇല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ.
സാറ് കമ്മിറ്റഡ് ആണോ? ടെസ, ആം, നിന്റെ ഫ്രണ്ട് സുപ്രിയ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോ കണ്ടതാ. അപ്പോ നിന്റെ അടുത്ത് കണ്ടു കഴിഞ്ഞാ ഒന്ന് പറയാൻ പറഞ്ഞു. എന്തോ അർജന്റ് കാര്യ. ഏ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവളെ കണ്ടതാണല്ലോ. അപ്പോ അവളൊന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞതാ. ചിലപ്പോ എന്തെങ്കിലും ആവശ്യം വന്ന് കാണും. സാർ, എങ്കിൽ ഞാൻ പോവാ. നമുക്ക് പിന്നെ സംസാരിക്കാം. കാർത്തിക് സാർ, അത് സാറെന്തിനാ അവളുടെ അടുത്ത് സംസാരിക്കുന്നേ? അതെന്താ? ആ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം നിനക്കാണെന്ന് എനിക്കറിയാം. ഞാനത് കെയർ ചെയ്യുന്നേയില്ല. ഇവിടുന്ന് കാവടിത്തുള്ളി പോയവനാ ദീ അണ്ടി പോയി അണ്ണാനെ പോലെ വരുന്നു. ഇവനെന്താ നമ്മളെ മൈൻഡാക്കാണ്ട് പോയേ? ഇനി നമ്മളെ കണ്ടില്ലായിരിക്കോ? കാർത്തിക്, എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാനുണ്ട്. എന്താ? നീ എന്തിനാ കണ്ണി കണ്ട പെമ്പിള്ളേരുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുന്നേ? കണ്ണി കണ്ട പെമ്പിള്ളേരോ? അതെന്റെ സ്റ്റുഡന്റ് അല്ലേ? അല്ല, അവളുടെ അടുത്ത് സംസാരിക്കുന്നതുകൊണ്ട് നിനക്കെന്താ പ്രശ്നം? അതെനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. ഓ, നിനക്കിഷ്ടമില്ല? അത് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. പിന്നെ നമ്മൾ തമ്മിലുള്ള ഡീല് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, മനസ്സിലായോ? ഞാനിട്ട പേര് കറക്റ്റ് തന്നെയോ, മോൺസ്റ്റർ. എന്താ? അല്ല, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയി പഠിക്കാൻ നോക്ക്. ഓ, ഇതിനും മാത്രം ഒരു കുറവുമില്ല. പഠിക്ക് പഠിക്ക് പഠിക്ക്. സോറി, അത് പെട്ടെന്ന് എൻ്റെ കാല് സ്ലിപ്പായപ്പോ അറിയാതെ. സോറി. എന്താടാ വിവി, ഇന്ന് മുഖത്തൊരു പ്രസന്നത? നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ കണ്ണിലിങ്ങനെ നോക്കിയിരിക്കുമ്പോ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ആനെ. ഓ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോ അവിടെ വരെയൊക്കെ എത്തിയോ കാര്യങ്ങള്? ഈ അങ്ങനൊന്നും ആയിട്ടില്ല. ഞാൻ വീഴാൻ പോയപ്പോ ആളെന്നൊന്ന് പിടിച്ചു. അപ്പൊ ഞങ്ങള് പരസ്പരം ഇങ്ങനെ കണ്ണി നോക്കി, അത്രേ ഉള്ളോ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും ആയിട്ടില്ല. പറഞ്ഞത് കേട്ടപ്പോ ഡ്രാമ പോലെ ഉണ്ട്. നീ ടെൻഷൻ അടിക്കേണ്ടടാ, ഒക്കെ ശരിയാവും. വാ, ക്ലാസ്സിൽ പോവാം. എല്ലാവരും ബുക്സ് എടുക്ക്. സാർ, കഴിഞ്ഞ ദിവസം ഒരു അസൈൻമെന്റ് തന്നിരുന്നു, അത് വെക്കണ്ടേ? അസൈൻമെന്റാ? ഏത് അസൈൻമെന്റ്? ആ എനിക്കൊന്നും അറിയാൻ പാടില്ല ഏത് അസൈൻമെന്റാന്ന്. ഓ, ഞാനത് മറന്നിരിക്കായിരുന്നു. ബോബി അത് ഒന്ന് കളക്ട് ചെയ്തേക്ക്. പിന്നെ ആരെങ്കിലും അസൈൻമെന്റ് ചെയ്യാത്തതുണ്ടോ? ഈ പഠിപ്പിസ്റ്റ് ബോബിയെ കൊണ്ട് തോറ്റല്ലോ എൻ്റെ ഭഗവാനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിലോ ഒരു മനസമാധാനം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കോളേജിലും. ഇന്നെന്റെ കാര്യത്തിലൊരു തീരുമാനം. ഞാൻ ചോദിച്ചത് കേട്ടില്ലാന്നുണ്ടോ? ആരൊക്കെ അസൈൻമെന്റ് ചെയ്യാത്തതെന്ന്? വിവേക്, എനിക്ക് അസൈൻമെന്റ് ചെയ്തോ? ഇല്ല സാർ, അത് പിന്നെ ഞാൻ മറന്നുപോയി. ഞാൻ മാത്രല്ല, ഇവർ രണ്ടുപേരും ചെയ്തിട്ടില്ല. എടന്നാറി, നീയോ പെട്ടു. എന്തിനാടാ ഞങ്ങളെ കൂടെ ഇങ്ങനെ പെടുത്തുന്നേ? ഓഹോ, അപ്പൊ 3 പേരും ചെയ്തിട്ടില്ല. ബാക്കി ആരെങ്കിലും ചെയ്യാത്തുണ്ടോ? ഇല്ലാലേ. നിങ്ങൾ 3 പേരും മാത്രമേ ചെയ്യാത്തുള്ളൂ. ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. ഇനി ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ 3 എണ്ണവും എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട. ഇതാണോടി പുല്ലേ നിന്റെ ഡ്രാമ? എടാ, സാധാരണ ഡ്രാമയിലൊക്കെ അങ്ങനെയാടാ. ഈ വീണിട്ട് പിടിച്ചു കഴിഞ്ഞാ പിന്നെ അടുത്ത മൊമെന്റ് തൊട്ട് സ്നേഹിക്കാൻ തുടങ്ങും. പക്ഷെ അത് ജീവിതത്തില് ഇങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
കാർത്തിക്, നീ ഇന്നെന്തിനാ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയേ? സത്യം പറഞ്ഞ അസൈൻമെന്റ് തന്നത് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാനാ? അസൈൻമെന്റ് തന്നത് അറിയണമെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. നിനക്ക് ക്ലാസ്സിൽ ശ്രദ്ധയില്ലല്ലോ, അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നത്. ഒരു വാക്ക് ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് പറയായിരുന്നില്ലേ? നിന്നെ ഹോംവർക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കലല്ല എൻ്റെ പണി, മനസ്സിലായോ? അത് പഠിക്കുന്നവർ ഓർത്ത് വെച്ച് ചെയ്യേണ്ട കാര്യ. ഒരു കാര്യം പറയാൻ വന്നിരിക്കുന്നു. നിനക്ക് വേറെ പണിയില്ലേ? ഇനി നാളേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ആലോചിച്ച് നോക്ക്. എൻ്റെ പണി എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താൻ ഓർമ്മിപ്പിക്കാൻ വരേണ്ട ഒരാവശ്യമില്ല. താൻ പോടോ മോൺസ്റ്ററെ. നീ എന്താ വിളിച്ചെന്നെ? കേട്ടില്ലേ? മോൺസ്റ്ററേന്ന്. ഇനി ഇതിൻ്റെ അർത്ഥം അറിയില്ലെന്നൊന്നും പറയുന്നേക്കരുത്. അങ്ങനെ തന്നെയാ തന്നെ വിളിക്കേണ്ടത്. പനി കാട്ടുമാക്കാൻ്റെ സ്വഭാവം കൊണ്ട് വന്നിരിക്കുക. ഓഹോ, അപ്പൊ നീ ഞാൻ വിചാരിച്ച പോലെ പാവൊന്നല്ല അല്ലേ? തന്നോടാരാ എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ വിചാരിച്ചു വയ്ക്കാൻ പറഞ്ഞത്? തൻ്റെ ഈ സ്വഭാവത്തിന് ഞാൻ തന്നെ വന്നത് ഭാഗ്യാന്ന് വിചാരിച്ചാൽ മതി. വിവേകെ, നിർത്തിക്കോ. നീ ഓവറാവുന്നുണ്ട്. ഞാനിന്ന് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ താൻ എന്നെന്ത് ചെയ്യും? എടാ, കാർത്തിക് സാറിന്റെ പീരീഡ് അല്ലേ? ആ അസൈൻമെന്റ് എഴുതിയായിരുന്നു. എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. സാറിന്ന് ലീവാ. അപ്പോ ഈ പീരീഡ് മാത്സ് ടീച്ചർ വരുന്നതായിരിക്കും. എടാ, സാറിന്ന് ലീവാണോ? എന്നിട്ട് നീ എന്താടാ ഇതൊന്നും നേരത്തെ പറയാതിരുന്നേ? എടി കോപ്പെ, എനിക്കറിഞ്ഞാലല്ലേ നേരത്തെ പറയാൻ പറ്റുള്ളൂ. എനിക്കൊന്നും അറിയില്ല അങ്ങേരെന്താ ലീവെന്ന്. എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അങ്ങേരിത് എവിടെ പോയി? വീട്ടിൽ നിന്ന് പോയിരുന്നോ? എനിക്കറിയാൻ പാടില്ല എവിടേക്ക് പോയെന്ന്. ഇന്നലെ രാത്രി ഞങ്ങൾ തമ്മിൽ മുട്ടൻ വഴക്കായിരുന്നു. എനിക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ആ, മോൻ വന്നു. കാർത്തിക്കിന് നല്ല പനി, അതാ ഇന്ന് കോളേജിൽ വരാതിരുന്നേ. പനിയോ? ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോവില്ലായിരുന്നു. അത് സാരില്ല. മോൻ എന്തിനാ അതിന് ലീവ് എടുക്കുന്നത്? പനി കാർത്തിക്കിനല്ലേ. പിന്നെ ഇവിടെ ഞാനുണ്ടല്ലോ അവനെ നോക്കാൻ. മോൻ എന്തായാലും ചെല്ല്, അവൻ റൂമിൽ കിടക്ക. ശരി അമ്മ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇങ്ങേർക്ക് ഇത്രേ സ്റ്റാമിന ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇന്നലെ ഒന്ന് ചീത്ത വിളിച്ചപ്പോഴേക്കും പനി പിടിക്കാൻ. മമ്മി, മമ്മി. ഇങ്ങനെ കണ്ണിനെന്താ കുരുണ്ടോ? ഇവിടെ നിൽക്കുന്ന എന്നെ ഇങ്ങനെ കണ്ടില്ലേ? അതോ പനി പിടിച്ചപ്പോ ഇങ്ങനെ കണ്ണിന്റെ കാഴ്ചയും പോയ? എന്താ വേണ്ടത്? എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ താഴെ പണിയില്ല, തല ഭയങ്കര വേദന, ആ വിക്സ് ഒന്ന് എടുത്ത് തരാവോ? ഞാൻ എടുത്ത് തരാം. അല്ല, ഞാൻ പുരട്ടി തരാം. വിവേകിൻ്റെ ശുശ്രൂഷയിൽ കാർത്തിക്കിൻ്റെ പനിയെല്ലാം മാറി. അതിനുശേഷം കാർത്തിക്കിന് വിവേകിനോട് ചെറിയ ഒരിഷ്ടം തുടങ്ങി. പക്ഷേ അവന് പറയാൻ മടിയായിരുന്നു, അവൻ്റെ ഈഗോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എടാ ജസ്റ്റിനെ, നീ ഇത് പോന്നു? അതാണ് മോനെ ഈ ജസ്റ്റിൻ. ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് വരുവൻ. ബാംഗ്ലൂരിൽ നിന്ന് ഇനി ഒരു മടക്കമേ ഇല്ലാന്ന് പറഞ്ഞവനല്ലേ നീ? എന്നിട്ട് എന്താ തിരിച്ചു പോന്നത്?
എടി നിനക്കറിയാലോ ഞാൻ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കില്ല. കുറേ കാലം ബാംഗ്ലൂരിൽ നിന്നപ്പോൾ അവിടെ അങ്ങ് മടുത്തു. പിന്നെ നിങ്ങളെപ്പോലെ ലോക്കൽ ഫ്രണ്ട്സ് അവിടെ ഇല്ല, അപ്പോൾ മടുപ്പ് കൂടി. ഞങ്ങളാ ലോക്കൽസാ ഇപ്പൊ ഭയങ്കര സ്റ്റാൻഡേർഡാടാ ഞങ്ങൾക്ക്. നിനക്കറിയില്ലേ, ഞങ്ങൾ പഴയ കൂതറ സ്വഭാവം മാറ്റി. എന്നിട്ട് നിന്റെ കൂതറ വർത്താനത്തിന് ഒരു മാറ്റമില്ലല്ലോടാ. പിന്നെ പറ, നീ എന്താ തിരിച്ചു പോന്നത്? നീ ഇവിടെ ജോയിൻ ചെയ്തോ? ആടിക്കുരുപ്പേ, ഞാനിവിടെ ജോയിൻ ചെയ്തു. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറ. ഞാനില്ലാത്ത ഈ ഒരു കൊല്ലം നിങ്ങൾ എങ്ങനെ ആസ്വദിച്ചു? നീ വന്നത് നന്നായി. ഇവിടെ ഒരു വലിയ വിശേഷം ഉണ്ടായിട്ടിരിക്കുക. നിന്റെ ഹെൽപ്പ് കൂടിയേ തീരൂ. അതെന്താ ഇത്രയും വലിയ വിശേഷം? പറ, കേക്കട്ടെ. എടാ, നമ്മുടെ വിവിയുടെ കല്യാണം കഴിഞ്ഞു. അതും മാത്രല്ല, അവനാണെങ്കിൽ ക്രഷ് അടിച്ചിട്ട് കല്യാണം കഴിച്ചത്. പക്ഷെ കെട്ടിയ കാർത്തിക്കിനു അവനോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ആളെ വീട്ടുകാരെ നിർബന്ധിച്ച് കെട്ടിച്ചതാന്നാ ആള് പറയുന്നത്. ഇപ്പൊ വിവേക് ആകെ പെട്ട അവസ്ഥ. നമുക്ക് ആരൊന്ന് സെറ്റാക്കി കൊടുക്കണം, അത്രേ വേണ്ടു. ആഹാ, അത് കൊള്ളാലോ. എടാ വിവി, കൺഗ്രാറ്റ്സ് ഡാ. ഇതൊക്കെ അത്ര വലിയ പ്രശ്നമാണോ? ഞാൻ വന്നില്ലേ, ഇതൊക്കെ ഞാൻ സെറ്റാക്കി തന്നോളാം. ജസ്റ്റിനും വിവേകും ക്ലോസ് ആയി നിൽക്കുന്നത് കണ്ട് കാർത്തിക്കിന് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. എടി, നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട്. കണ്ടാ, കാർത്തിക് സാറിന് ജലസ് അടിക്കുന്നുണ്ടടി. അവർ രണ്ടാളും ഒരുമിച്ച് നടക്കുന്നതൊക്കെ കണ്ടിട്ട്. ഹൂഫ്, ഈ ജസ്റ്റിൻ്റെ ഒരു കാര്യം, അവ സെറ്റാക്കുമെന്ന് പറഞ്ഞാൽ സെറ്റാക്കും. അവരെ രണ്ടാളും സെറ്റാക്കാൻ പോയിട്ട് അവരെ ഇന്ന് തന്നെ ഡൈവോഴ്സ് ആക്കുന്ന എനിക്ക് തോന്നുന്ന. അമ്മാതിരി അഭിനയ കാട്ടിക്കൂട്ടുന്ന അവിടെ നിന്ന്. വിവേക്, അവിടെ നിന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുള്ളത്? കോളേജിൽ നിന്റെ കൂടെ നടക്കുന്ന ആ പയ്യൻ ആരാ? ഞാൻ ഇതിനു മുന്നേ അവനിവിടെ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അതാരെങ്കിലും ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്കെന്താ? നീ അവനായിട്ട് അത്ര ക്ലോസ് ആയി നടക്കുന്നത് എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. നിനക്കിഷ്ടമില്ലെങ്കിൽ അതിന് എനിക്കിപ്പോൾ എന്താ? നീ എൻ്റെ ആരാ? നിനക്ക് ഞാൻ നിന്റെ ആരാന്നറിയണം അല്ലേ? യു ആർ മൈ ഹസ്ബൻഡ്, മനസ്സിലായോ? എനിക്കല്ലാതെ നിന്റെ മേല് വേറൊരാൾക്കും ഒരു അവകാശമില്ല, അത് നീ മനസ്സിലാക്കിക്കോ. എക്സ്ക്യൂസ് മീ, അങ്ങനെ അങ്ങ് പോയാലോ? അപ്പൊ മോൺസ്റ്ററിന് ജലസൊക്കെ അടിക്കില്ലേ? എനിക്കിപ്പോഴാ മനസ്സിലായത്. തനിക്ക് എന്നെ ഇഷ്ടമാണോളോ? അത് പിന്നെ ഇഷ്ടമാണെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന എനിക്കെങ്ങനെയാണോ മനസ്സിലാവാ? വാ തുറന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. പിന്നെ എൻ്റെ കൂടെ നടക്കുന്നത് ജസ്റ്റിൻ. അവൻ, ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സാ. ഞങ്ങൾ 3 പേരല്ല 4 പേരാ ഓൾറെഡി ഉണ്ടായിരുന്നത്. അവൻ കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ പോയി. പിന്നെ ഇപ്പൊ തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ ജോയിൻ ചെയ്തതാ. അല്ലാതെ അവൻ എൻ്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല. എന്താ ഒരു ചിരി? എടോ, എനിക്ക് തന്നെ കല്യാണത്തിന് മുന്നേ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാ ഞാൻ സമ്മതിച്ചതും ഈ കല്യാണം നടന്നതും. എന്നിട്ട് ഫസ്റ്റ് നൈറ്റിൽ തന്നെ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തട്ടിത്തകർത്ത പോലെ നിങ്ങളോട് ഡയലോഗ് പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്തേലാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ഇരിക്കായിരുന്നു. അപ്പോഴാ ജസ്റ്റിൻ വന്നത്. ജസ്റ്റിൻ വന്നപ്പോൾ ആനിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ഐഡിയ, ജസ്റ്റ് നിങ്ങളുടെ മുന്നിലൊന്ന് അഭിനയിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ പുറത്തു വരുന്നു. അപ്പോൾ അവളുടെ ഐഡിയ ഏറ്റു. വിവി, ഐ ലവ് യു. ഇത് കുറച്ചു മുന്നേ പറയണമെന്ന് കരുതിയതാ, പക്ഷേ എൻ്റെ ഈഗോ സമ്മതിച്ചില്ല. അതാ ഞാൻ പറയാതിരുന്നേ. ഐ എം സോറി. ഞാൻ കാരണം നീ ഒരുപാട് വേദനിച്ചെന്ന് എനിക്കറിയാം. അത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സമയത്ത് എൻ്റെ പാരൻസ് നിർബന്ധിച്ച് കെട്ടിച്ചുകൊണ്ടാണ്. എനിക്ക് ആ ഒരു ഫ്രസ്ട്രേഷനും എല്ലാം കൂടി ആയപ്പോൾ
അത് ഞാൻ ഐം സോറി, നീ ഒന്നും മനസ്സിൽ വിചാരിക്കരുത്. പക്ഷേ ഇപ്പം ഞാൻ പൂർണ്ണ മനസ്സോടെ പറയാം, ഐ ലവ് യു. യു ആർ ദ മോസ്റ്റ് valuable person in my life. You are really a God's gift. Thank you for always being with me. I love you, Vivi. I love you forever. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടിട്ട് പോകത്തില്ല, നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. I want to be with you forever. I love you, Karthik. I love you so much. I also want to be with you always. Vivi, can I make you mine?